പിന്നെതാ മുമ്പിൽ ഞാൻ എനിക്ക് എന്താ പറയാ ചെറിയ സംഭവമാണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊച്ചി. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം കറക്റ്റ് 5:30. ഞങ്ങളെല്ലാവരും, അതായത് ഞാൻ, ശ്രീയേട്ടൻ, ദേവു, പിന്നെ മായർക്ക, റുക്കു, വാച്ച്, ഞങ്ങളെല്ലാവരും കൂടി കൊച്ചിയിലൊരു സ്പോട്ടിൽ കയാക്കിങ്ങിന് പോവാണ്. ഇതിൽ പറ ഗൈസ്, നമ്മൾ കറക്റ്റ് അരമണിക്കൂർ ലേറ്റാണ്. അരമണിക്കൂറൊന്നുമല്ല ഗൈസ്. ഇതാ മായർക്ക, റുക്കു, ഹായ് പറ. ദേവു, ശ്രീയേട്ടൻ എങ്ങനെയാണ് ഗൈസ്? നമ്മളപ്പോ സ്പോട്ടിൽ എത്തിയിട്ടൊരു സ്പോട്ട്. അതാ പട്ടി. ഇത് മാറ്റ് ദേവു. എന്താ പറയാനുള്ളത്? രണ്ടൊന്നും പറയല്ല. എന്താ പറയാനുള്ളത്? ആർക്കൊന്നും പറയല്ലത്. മാർക്കാരെ വിളിക്കാം. മാർക്ക് എന്താ പറയാനുള്ളത്? എന്തൊക്കെ പറ. ഞാനിത് ഇടക്കിടക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. എൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരെല്ലാവരും മറിച്ചിടും. ഇതിലാകെ കുറച്ച് ബുദ്ധിയുള്ള ദേവിനെ മാത്രമാണ്. അവിടെ ദേവിനെ മാത്രം പേടിച്ചാൽ മതി. അത് നിർത്തി നോക്ക്. നീ എന്ത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ വെഴുക്കണ്ട കേട്ടോ. ദേവു ഇതൊക്കെ പറ്റില്ല. അത് ആക്ച്വലി ഇതിന്റെ ഒരു സർപ്രൈസ് ആയിരുന്നു. അത് 2 ദിവസം മുമ്പ് പൊളിഞ്ഞു. വാട്ടർ സ്പോർട്ടിന് റെയിൻകോട്ട് ഇട്ട് ഇറങ്ങുന്ന 2 പേർ. ഒന്ന് ദേവു, ഓക്കെ, ഒന്ന് റുക്ക് താത്ത. ബ്രോ, ഇത് കെട്ടല്ല, കായലാണ്. ഓക്കെ, അതാണ് കെട്ട്. ഓൾവേസ് ഞാൻ എല്ലാവരുടെ ഓണസ്റ്റ് ആയിട്ട് പറയും. ഞാൻ ഇത് കെട്ടല്ല, ഇത് കായലാണ്. ഇവിടെ നിങ്ങൾ മരത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞ എടാ എല്ലാം എടുത്തല്ലേ. നിങ്ങക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞേ. ബ്രോ, അത് ബ്രോ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. അത് ഇട്ട് പോയി നിനക്ക് കൈ കൊണ്ട് കറക്റ്റ് അല്ലത്. അത് ബ്രോ കറക്റ്റ് ജാക്കറ്റ് തരാം ബ്രോ. ലുക്ക് ദേവോട്ടത്തില് ദേവുണ്ട് പോലെ മഷ്റൂം പോലെ ഒരു മരം കണ്ടോ അറ്റത്തുണ്ടോ അവിടെ. എങ്ങനെ ഗൈസ് എല്ലാരും സിംഗിൾ പെഡ്ലേഴ്സ് ആണ്. ദേവനും റുക്കുത്താത്തൊക്കെ റുക്കുത്താത്തൊക്കെ നീന്തലറിയാലേ? ആ, ദേവനും പറഞ്ഞ നീന്തലറിയില്ല. പേടൊന്നുമില്ല, നമുക്ക് പേടിയില്ല. പേടൊന്നും രേസ് പോയി അറിയാലോ. ആ സാധനം തന്നു സ്വപ്നത്തിൽ കണ്ടിക്കണേ. കേറിക്കോളാ. നീ കറക്ക് കറക്ക് ഡ്രിഫ്റ്റ് ചെയ്യണോ? അതാ ടാറ്റാ. പേടിയുണ്ടോ? ഇവിടെ ഇങ്ങനെ എനിക്ക് എന്താ പറയാ ചെറിയ സംഭവമാണ്. ഞാനൊക്കെ അവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഇത് മത്സരല്ല, എൻജോയ് ചെയ്യുന്ന സംഭവം. മത്സരാടാ ചേട്ടാ വല്ല ഗൈസ്. അപ്പൊ എല്ലാരും പോയി, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ചേട്ടൻ ആയി പറഞ്ഞേ. ദേവു അത് ദേവിടെ ഗൈസ്. നമ്മളപ്പോ തുഴഞ്ഞൊരു പകുതി എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷനിക്ക് ഒരു പകുതി കൂടി ഉണ്ട്. കൈ കഴിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ ദേവു? അപ്പൊ അതെ, ക്യാമറന്റെ ബാക്കിലുള്ളത് റുക്കുത്താത്തയും ക്യാമറന്റെ സൈഡിൽ ശ്രീയേട്ടനും പിന്നെതാ മുമ്പിൽ ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അപ്പൊ നമ്മള് മാത്രം നമ്മുടെ ബാക്കില്
ഹലോ ഗൈസ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊച്ചിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കയാക്ക് പോയിന്റ്, കയാക്കല്ലേ, കയാക്ക് പോയിന്റിലാണ്. അങ്ങോട്ട് നോക്കൂ, ക്യാമറ തിരിയും, അങ്ങോട്ട് നോക്കൂ. അത് ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്തിലാണ്. 10 അല്ലേ ഗായ്സ്? ഞാൻ എൻ്റെ വഞ്ചി കെട്ടിയിടത്തോണ്ട് എൻ്റെ വഞ്ചി അങ്ങോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മീൻ കൊത്തണം. അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠ ദേവമ്പാടെ പോയിട്ടുണ്ട്. ആ വിശ്വസ് കാണിച്ചാൽ ഗൈസ്. വ്ലോഗ് ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഗൈസ്. അതൊക്കെ ഉണ്ട്. ഒന്നും പറയാൻ കിട്ടണം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അത് വളരെ ദൂരം ട്രാവലിന് ശേഷം ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഇത് മിസ് ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് കയാക്കിംഗ് ഐ ഹാവ് എവർ ഡൺ. നീ എത്ര ചെയ്തിരിക്കണോ ചോദിച്ചോക്ക്. അതൊന്ന് അതിതാ വൺ ഓഫ് ദ ബെസ്റ്റ് കയാക്കിംഗ് ഐ ഹാവ് എവർ. ഗൈസ് അപ്പം നമ്മുടെ എന്താ പറയുക അഡ്വഞ്ചർ സംഭവമൊക്കെ കഴിഞ്ഞ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് സിംഗിളിന് വരുന്നത് 650, ഡബിളിന് വരുന്നതും 500 + 1000 ആണ്. അപ്പോൾ ഗൈസ് അടുത്തൊരു ബ്ലോഗായിട്ട് കാണാം. ബൈ.